ബാക്ക് ടു മൈ ട്യൂഷൻ. നോക്കുന്ന ട്രിഗണോമെട്രിയുടെ പ്രൂഫെല്ലാം ഞാൻ വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കൺവേർട്ട് ഇൻറ്റു ഡിഗ്രി മെഷർ, കൺവേർട്ട് ഇൻറ്റു റേഡിയൻ മെഷർ, അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്. 40 ഡിഗ്രി 20 മിനിറ്റ് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ മിനിറ്റിനെ മാറ്റുക. 40 + 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്. 20 മിനിറ്റിന് നമുക്ക് എന്തെഴുതാം? 20/60. 40 + 1/3. 40 × 3 120 + 1 121/3 ഡിഗ്രി. ഇപ്പോൾ ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലോട്ട് പോകണമെങ്കിൽ നമുക്കറിയാം ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? π/180. നമ്മളെല്ലാം റേഡിയനിൽ പറയുമ്പോൾ 2π/3 അല്ലെ π/4. ഇപ്പോൾ പൈ ന്യൂമറേറ്ററിലാണ്, നിങ്ങൾ അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? π/180. ഇതൊന്നും കട്ടാകത്തില്ല. 121/5 40π റേഡിയൻ. Which one of the following values of sin x ആയാലും cos x ആയാലും ഇതുപോലെ തന്നെയാണ് വരുന്നത്. sin x ൻ്റെ cos x ഇൻകറക്റ്റ്. ഓപ്ഷൻ എ 0, ബി 1/2, സി -3/2, ഡി 1. sin x ആണെങ്കിലും cos x ആണെങ്കിലും മാക്സിമം വാല്യൂ എന്താണ്? 1. ഇംപ്രോപ്പർ വരത്തില്ല, നിങ്ങളത് ഓർക്കുക. 3/2 എന്ന് പറഞ്ഞാൽ എബോവ് അല്ലേ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? > 1. അതേപോലെ -1 താഴത്തില്ല, ബിലോ വരത്തില്ല, കുറയത്തില്ല. അതുപോലെ -3/2 അതെന്താണ്? <-1 ആണ് അല്ലേ? അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. 0 വരാം, 1/2 വരാം, 1 വരാം. മാക്സിമം വാല്യൂ 1, മിനിമം വാല്യൂ -1. -1 കുറയത്തില്ല, 1 കൂടത്തില്ല. നിങ്ങളത്ര ഓർക്കുക. ഫൈൻഡ് sin 50 ഡിഗ്രി cos sin 10 ഡിഗ്രി മൈനസ് cos sin 50 ഡിഗ്രി cos 10 ഡിഗ്രി പ്ലസ് cos 50 ഡിഗ്രി sin 10. നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടും. നമ്മൾ അറിയാവുന്ന ഫോർമുല നോക്കുക. sin x cos y പ്ലസ് cos x sin y 4 sin x plus y sin 60 √3/2. ചിലപ്പോൾ ഇതുപോലെ cos of x minus y ഇങ്ങനെ ഫോർമുല എഴുതാൻ തന്നെ ചോദിക്കാം. അറിയാമല്ലോ, cos x cos y മൈനസ് ആകുമ്പോൾ ഇവിടെ കോസിൽ മൈനസ് പ്ലസ് ആണെങ്കിൽ മൈനസ്. അത് നിങ്ങൾ ബൈ ഹാർട്ട് ആക്കണം കേട്ടോ. അങ്ങനെയും ചോദിക്കാം. പിന്നെ cos 2x 4 ഫോർമുല ഉണ്ട്. അതിനെ നമുക്ക് ബേസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ വേണമെങ്കിലും ചോദിക്കാം. 1 - tan square 15 1 + tan square 15 ഡിഗ്രി. നമുക്ക് 1 - tan square a / 1 + tan square a എന്താ? cos 2a അല്ലേ? ഇവിടെ cos 2 × 15 ഡിഗ്രി. ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താ? 15. cos 30 √3/2. അതുപോലെ 1 - 2 sin square 15 ഡിഗ്രി. ഇതെന്താ? 1 - 2 sin square എന്താ? cos 2യുടെ വേറൊരു ഫോർമുലയാണ് അല്ലേ? cos 2 × 15 30 cos 30 √3/2. അങ്ങനെയൊക്കെ ചോദിക്കാം. അടുത്തത് ആംഗിൾ ഫോംഡ് ബൈ ലാർജ് ഹാൻഡ്.
of a clock in 20 minutes. ലാർജ് ഹാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മിനിറ്റ് ഹാൻഡ് അല്ലേ. ആംഗിൾ ടേൺഡ് ബൈ മിനിറ്റ് ഹാൻഡ് ഇൻ 1 മിനിറ്റ് എത്രയാണ്? 6 ഡിഗ്രി. ഇവിടെ എത്ര മിനിറ്റ് മൂവ് ചെയ്യുന്നുണ്ട്? 20 മിനിറ്റ്. 20 × 6 120. ഇവിടെ ഓപ്ഷൻ റേഡിയനിലാണ് തന്നിരിക്കുന്നത്. 120 × π/180 2/3 π. എയ്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 6 ക്വസ്റ്റ്യൻസ് എങ്കിലും ഇത് MCQ കാണും. അസേർഷൻ റീസൺ ചിലപ്പോൾ കാണും. tan x is equal to -3/4. X is in 4th quadrant. Find sin x and sec x. tan എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻറ്റ്. പൈതഗോറസ് തിയറം അനുസരിച്ച് 9 + 16 25. 25 × √5. √9² + 4² √25 that is equal to 5. Hypotenuse is 5. 4th quadrant നമുക്കറിയാം sin x. 4th quadrantൽ സൈൻ എന്താ? നെഗറ്റീവ്. ഇവിടെ മൈനസ് കൊടുക്കുക. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഈ ക്വാഡ്രൻ്റ് എപ്പോഴും നോക്കിക്കണം. സീക്ക് എന്താ? ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ്. കോസിൻ്റെ റെസിപ്രോക്കൽ. ഇവിടെ പോസിറ്റീവ് 5/4. സൈൻ 300 ഡിഗ്രി. 300 ഡിഗ്രി നമുക്ക് ഒന്നുകിൽ 270 + 30 എന്ന് എഴുതാം, അല്ലെങ്കിൽ 360 - 60. എപ്പോഴും നിങ്ങൾക്ക് ഇവിടെ 360 180 ആണെങ്കിൽ ലെഫ്റ്റിലുള്ള ടേം ആദ്യം എഴുതുക. ഈ ആംഗിൾ ചേർത്ത് എഴുതണം. 360 180 ഈവൻ 90യുടെ ഈവൻ മൾട്ടിപ്പിൾ. ഇനി നമ്മൾ ഏത് ക്വാഡ്രൻ്റ് നോക്കണം? 4th ക്വാഡ്രൻ്റ് അല്ലേ. 4th ക്വാഡ്രൻ്റ് ഈ ലെഫ്റ്റിൽ തന്നിരിക്കുന്ന ടേം എന്താ? നെഗറ്റീവ്. മൈനസ് കൊടുക്കുക. tan 3π/2 + x അല്ലെങ്കിൽ 3π/2 - x ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ 3π/2 90യുടെ ഓഡ് മൾട്ടിപ്പിൾ അല്ലേ. അങ്ങനെ വരുമ്പോൾ ടാൻ എന്താവും? കോട്ട്. ടാൻ ആണെങ്കിൽ കോട്ടാവും, കോട്ട് ടാൻ ആകും, കോസ് സൈന്, സൈൻ കോസ്, കോസ് സീക്ക് സീക്ക്, സീക്ക് കൊസീക്ക്. അതേസമയം 180 360 ഒന്ന് ഈ ലെഫ്റ്റിലുള്ളത് തന്നെയാണ് വരുന്നത് കേട്ടോ. ഇനി 3π/2 - x എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രൻ്റ് വരും? 3rd ക്വാഡ്രൻ്റ്. ഈ 3rd ക്വാഡ്രൻ്റ് ടാൻ എന്താ? പോസിറ്റീവ്. 1 മാർക്കിന് എങ്ങനെ വേണേലും ചോദിക്കാം. പ്രൂവ് ദാറ്റ് എല്ലാം ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ കണ്ട് നോക്കുക. കാരണം അതുകൊണ്ട് ഇനി ഞാൻ ഇതിൽ പ്രൂവ് ദാറ്റ് ഇടുന്നില്ല. ടാൻ ആൽഫ ടാൻ ബീറ്റ 1/3. ഫൈൻഡ് ആൽഫ + ബീറ്റ. നമുക്കറിയാവുന്ന ഫോർമുല എന്താ? ടാൻ ആൽഫ + ബീറ്റ. വി നോ ദാറ്റ് ടാൻ ആൽഫ + ബീറ്റ ടാൻ ആൽഫ + ടാൻ ബീറ്റ / 1 - ടാൻ ആൽഫ ടാൻ ബീറ്റ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്. 1/2 + 1/3 / 1 - 1/2 × 1/3 1/6. 3 × 1 2 × 1/6. 6 - 1 5/6. 5/6 / 5/6 എന്താ? 1. 1നെ നമുക്ക് ടാനുമായിട്ട് എഴുതുകയാണെങ്കിൽ എന്ത് എഴുതാം? ടാൻ π/4. ടാൻ ആൽഫ + ബീറ്റ നമുക്ക് എന്ത് കിട്ടി? ടാൻ π/4. Therefore
alpha plus beta is equal to pi by 4. Find cos 9 degree minus sin 9 degree cos 9 degree plus sin 9 degree. Dividing each term in the numerator and denominator by dividing by cos 9 degree. ഇങ്ങനെ മാറും 1 cos by cos sin by cos എന്താ tan 1 plus tan 90 degree. നിങ്ങൾ ഈ ഫോർമുല ഒന്ന് നോക്കാം. tan 45 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ 1 മൈനസ് tan തീറ്റ ബൈ 1 പ്ലസ് tan തീറ്റ. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ്, ഇവിടെ ഡിനോമിനേറ്റർ മൈനസും വരും. നമുക്കിതിനെ എങ്ങനെ എഴുതാം? tan 45 minus 9 tan 36 degree. Right. Sin n plus 1 into x sin n plus 2 into x plus cos n plus 1 into x cos n plus 2 into x. നോക്കിയത് ഏത് ഫോം എന്ന് നോക്കി. cos x cos y നമുക്ക് പ്ലസ് ആയതുകൊണ്ട് ഇപ്പോൾ 2 + 3 നമുക്ക് 3 + 2 എന്നും പറയാം അല്ലേ. അതേപോലെ cos x cos y plus sin x sin y എന്ന് പറയാം. ഇത് ഏത് ഫോമായി? cos of x minus y. എക്സിൻ്റെ സ്ഥാനത്ത് n plus 1 into x minus n plus 2 into x cos bracket open, we get nx plus x minus nx minus 2x. nx cancel. cos minus x cos minus x എന്താ? പോസിറ്റീവ് cos x. പ്രൂവ് ദാറ്റ് അല്ല, വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണുക, പഠിക്കുക. എല്ലാവരും നന്നായി എഴുതണം. ഓക്കെ, താങ്ക് യു.